ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന. SB കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കടലക്കറിയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ കടല ഞാൻ കഴുകിയെടുത്തതുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്ത കടലയാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്. എരിവ് ഇത്തിരി കുറവായിരിക്കും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സബോള, അതായത് ഒരുവിധം വലിയ സബോളയാണ് എടുത്തത്. വലിയ സബോള അരിഞ്ഞെടുത്തതാണ്. ചെറുതാണെങ്കിൽ 2 എടുത്തുള്ളൂ. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടോ. 4 ഗ്രാമ്പുവാണ് ഇട്ടേക്കണേ. 4 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ, പിന്നെ കുറേ മസാലപ്പൊടി ഒന്നും ഇട്ടണില്ല, അത് കാരണമാണ് ഇതൊക്കെ ഇടുന്നത് കേട്ടോ. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് കുക്കറിൽ വയ്ക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഞാനിത് അടച്ച് വയ്ക്കുന്നതിന് മുമ്പ് മറന്നുപോയി ഒരു തുള്ളി വിനാഗിരിയും കൂടി ഇതിൽ ഒഴിക്കും കിട്ടുക. എന്നാലാണ് കടല നല്ല ടേസ്റ്റിൽ വെന്ത് കിട്ടുക. ഇപ്പോൾ കുക്കർ നോക്കി ഒരു 5 വിസിൽ ഞാൻ കേൾപ്പിച്ചു. നല്ല കുറുന്ന് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കാച്ചാം. പിന്നെ ഞാനൊരു കാര്യം പറയണേ, ഈ കറി നല്ല ഗ്രേവി കട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കടലെടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് അത് ഈ നമ്മൾ കടലക്കറി കാച്ചുമ്പോൾ അതിലേക്ക് അതും കൂടി ഒഴിച്ചാൽ മതി. നല്ല കട്ടിയുള്ള ഗ്രേവി കിട്ടും. ഇപ്പം തന്നെ നല്ല കട്ടിയുള്ള ഗ്രേവിയാണ്. ഇത് കാച്ചാൻ ഞാൻ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വറ്റൽമുളകും എടുത്തേക്കണേ. കറിവേപ്പിലയും കൂടി ഇടും. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇട്ട് നന്നായിട്ട് മൂക്കണം. അപ്പം ഞാൻ കടലയുടെ കറിയുടെ ചാറ് നല്ല കുറുന്നാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കുറച്ച് കടല എടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് എടുത്താൽ മതി. നല്ല കട്ടിയുള്ള ചാറ് കിട്ടും. ഇനി നമുക്ക് കടല ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ ഈ കറിയുടെ ഗ്രേവിക്ക് നല്ല കട്ടിയുണ്ട്. കട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ടാൽ മതി. നല്ല കട്ടിയുണ്ടാവും. വേറെ ഒന്നും ചെയ്യണ്ട. വേണ്ട, വളരെ എളുപ്പമാണ്. എല്ലാവരും എന്നോട് പറയാറുണ്ട്, ഞങ്ങളുടെ കടലയുടെ കറിക്ക് ഗ്രേവിക്ക് കട്ടിയില്ല വെള്ളം മരിയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അവസാനം ഞാനൊരിത്തിരി മസാലപ്പൊടി, കടലക്കറി ഓഫ് ചെയ്തിട്ടുണ്ട്, തൂളി വെക്കണേ, കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കടലക്കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട്